ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 5ാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രം അർദ്ധവാർഷിക മൂല്യനിർണ്ണയം 2022-23 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇത് മലയാളം മീഡിയമാണ്. ഓൾറെഡി നമ്മൾ ഇംഗ്ലീഷ് മീഡിയം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്തൊക്കെ ക്വസ്റ്റ്യൻസാണ് വന്നിട്ടുള്ളത്, അവയുടെ ആൻസേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. എക്സാം എഴുതാനുള്ള സമയം 2 മണിക്കൂറാണ്. പ്രവർത്തനം 1, ഭൂമി ഉൾപ്പെടുന്ന കുടുംബമാണ് സൗരയൂഥം എന്ന് പറയുന്നത്. അത് നമുക്കറിയാവുന്ന കാര്യമാണ് അല്ലേ. ഇനി ചിത്രം നിരീക്ഷിച്ച് ഉത്തരം എഴുതുക എന്നുള്ളതാണ് 1ാമത്തെ പ്രവർത്തനം. ചോദ്യം, സൗരയൂഥത്തിൻ്റെ കേന്ദ്രം ഏതാണ്? ഏതാണ് സൗരയൂഥത്തിൻ്റെ കേന്ദ്രം? ഏതാണ്? സൂര്യനാണ് സൗരയൂഥത്തിൻ്റെ കേന്ദ്രം. ക്ഷുദ്ര ഗ്രഹങ്ങളുടെ സ്ഥാനം ഏതെല്ലാം ഗ്രഹങ്ങൾക്കിടയിലാണ്? ഏതൊക്കെയാണ്? ചൊവ്വ, വ്യാഴം എന്നീ 2 ഗ്രഹങ്ങൾക്കിടയിലാണ്. ഒരു ആകാശഗോളത്തെ ഗ്രഹമായി പരിഗണിക്കുവാൻ വേണ്ട നിബന്ധനകൾ ഉൾപ്പെടുത്തി പട്ടിക പൂർത്തിയാക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒരു നിബന്ധന തന്നിട്ടുണ്ട്, ഗോളാകൃതി ഉണ്ടാകണം എന്ന് പറയുന്നുണ്ട്. പിന്നെ എന്തൊക്കെ ഉണ്ടാവണം? തടസ്സമില്ലാത്ത ഭ്രമണപഥം ഉണ്ടായിരിക്കണം, സൂര്യനെ വലയം വെക്കുകയും വേണം. ഈ 3 നിബന്ധനകളും ഉണ്ടായാൽ മാത്രമേ ഒരു ആകാശഗോളത്തെ നമ്മൾ ഗ്രഹമായിട്ട് പരിഗണിക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ അത് വെറും ഗോളമായി തന്നെ ഇരിക്കും. ഒന്നുകൂടെ പറയാം, ഗോളാകൃതി ഉണ്ടായിരിക്കണം, തടസ്സമില്ലാത്ത ഭ്രമണപഥം വേണം, സൂര്യനെ വലയം വെക്കണം. ഓക്കെ, ഇനി പ്രവർത്തനം 2 പരസ്പരം ചേർന്ന് സ്ഥിതി ചെയ്യുന്ന സമുദ്രങ്ങൾക്കെല്ലാം കൂടി പറയുന്ന പേരാണ് ലോകമഹാസമുദ്രം എന്ന് പറയുന്നത്. ഇതിലെ 1ാമത്തെ ചോദ്യം, ലോകത്ത് ഏറ്റവും കൂടുതൽ മത്സ്യബന്ധനം നടത്തുന്ന സമുദ്രം ഏതാണ്? പസഫിക് സമുദ്രമാണ്. പസഫിക് സമുദ്രത്തിലാണ് ഏറ്റവും കൂടുതൽ മത്സ്യബന്ധനം നടത്തുന്നത്. ഉത്തര ധ്രുവത്തെ ചുറ്റിക്കിടക്കുന്ന സമുദ്രം ഏതാണ്? അത് ആർട്ടിക് സമുദ്രമാണ്. ആർട്ടിക് സമുദ്രമാണ് ഉത്തര ധ്രുവത്തെ ചുറ്റിക്കിടക്കുന്ന സമുദ്രം എന്ന് പറയുന്നത്. ഇനി സമുദ്രങ്ങളെ ഏതെല്ലാം രീതിയിൽ മനുഷ്യൻ പ്രയോജനപ്പെടുത്തുന്നു എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഒരുപാട് രീതിയിൽ മനുഷ്യൻ പ്രയോജനപ്പെടുത്തുന്നുണ്ട് അല്ലേ. എന്തിനൊക്കെയാണ് മനുഷ്യൻ പ്രധാനമായിട്ടും പ്രയോജനപ്പെടുത്തുന്നത്? മത്സ്യസമ്പത്തിന്, ധാതു നിക്ഷേപങ്ങൾക്ക്, ജലഗതാഗത സൗകര്യത്തിന്, വിനോദത്തിന്. ഒന്നുകൂടെ വായിക്കാം. മത്സ്യസമ്പത്തിന്, ധാതു നിക്ഷേപങ്ങൾ, ജലഗതാഗത സൗകര്യം, അതുപോലെ തന്നെ വിനോദം. ഇത്തരം രീതികൾക്കാണ്, ഇത്തരം പ്രവർത്തനങ്ങൾക്കാണ് മനുഷ്യന് സമുദ്രത്തെ പ്രയോജനപ്പെടുത്തുന്നത്. ഇനി ഇതിലെ 3ാമത്തെ പ്രവർത്തനം നോക്കൂ. ചിത്രം നിരീക്ഷിക്കൂ. ടിക്ക് അടയാളപ്പെടുത്തിയത് ഏത് വൻകരയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ ഈ ഒരു ഗ്ലോബിൽ ടിക്ക് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അത് ഏത് വൻകരയാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. ഏത് വൻകരയാണ്? അത് ഓസ്ട്രേലിയയാണ്. ഓക്കെ, ഓസ്ട്രേലിയയാണ് ആ ടിക്ക് അടയാളപ്പെടുത്തിയിട്ടുള്ളത്. ഇനി ഈ വൻകരയുടെ സവിശേഷതകൾ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണ്? ഏറ്റവും ചെറിയ വൻകര ഓഷ്യാനിയ എന്ന പേരിലും അറിയപ്പെടുന്നു. വൻകര ദ്വീപ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നു. ഗോതമ്പ് ധാരാളമായി കൃഷി ചെയ്യുന്നു. പ്ലാറ്റിബസ്, കങ്കാരു, നായവർഗത്തിൽപ്പെടുന്ന ഡിങ്കാഗകൾ തുടങ്ങിയവ ഈ വൻകരയിൽ കാണപ്പെടുന്നു. ഒന്നും കൂടെ വായിക്കാം. ഏറ്റവും ചെറിയ വൻകരയാണ് ഓസ്ട്രേലിയ. ഓഷ്യാനിയ എന്ന പേരിലും അറിയപ്പെടുന്നു. വൻകര ദ്വീപ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നു. ഗോതമ്പ് ധാരാളമായി കൃഷി ചെയ്യുന്നു. പ്ലാറ്റിബസ്, കങ്കാരു, നായവർഗത്തിൽപ്പെടുന്ന ഡിങ്കാഗകൾ തുടങ്ങിയവ ഈ വൻകരയിലാണ് കാണപ്പെടുന്നത്. ഓക്കെ, ഇനി പ്രവർത്തനം 4 നോക്കാനുള്ളത്. രാത്രിയിലെ ആകാശ കാഴ്ചകൾ നമ്മളിൽ ഏറ്റവും അത്ഭുതവും ആകാംക്ഷയും ജനിപ്പിക്കുന്നു. ഓക്കെ, നമുക്കറിയാം അല്ലേ, രാത്രിയിലെ ആകാശ കാഴ്ച എന്ന് പറയുന്നത് എല്ലാവർക്കും കാണാൻ ഇഷ്ടമുള്ള ഒരു സമയമാണ്. ഇതിൽ പദസൂര്യൻ പൂർത്തിയാക്കുക എന്നതാണ് 1ാമത്തെ പ്രവർത്തനം. സൗരയൂഥം തന്നിട്ടുണ്ട്, അവിടെ ഗ്രഹങ്ങൾ, ഉൽക്കകൾ. ഇനി ഏതെങ്കിലും 2 കൂടെ നമ്മൾ എഴുതണം. ഏതൊക്കെ എഴുതാം? ഉപഗ്രഹങ്ങൾ, വാൽ നക്ഷത്രങ്ങൾ. ഓക്കെ, ഉപഗ്രഹങ്ങൾ, വാൽ നക്ഷത്രങ്ങൾ. ഇനി ഉൽക്കകൾ, ഉൽക്കാശിലകൾ എന്നിവ എന്താണെന്ന് കുറിക്കൂ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ് ഉൽക്കകൾ, എന്താണ് ഉൽക്കാശിലകൾ? രണ്ടും നമ്മൾ പറയണം. അപ്പോൾ ബഹിരാകാശത്ത് നിന്ന് ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് കടക്കുന്ന പല വലുപ്പത്തിലുള്ള പാറക്കഷ്ണങ്ങളാണ് ഉൽക്കകൾ എന്ന് പറയുന്നത്. ഓക്കെ, ബഹിരാകാശത്ത് നിന്ന് ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് കടക്കുന്ന പല വലുപ്പത്തിലുള്ള പാറക്കഷ്ണങ്ങളെയാണ് നമ്മൾ ഉൽക്കകൾ എന്ന് പറയുന്നത്. ഇനി ചന്ദ്രന് നിരന്തരം ഉൽക്കാപതനം ഉണ്ടാകുന്നു. എന്തായിരിക്കും ഇതിന് കാരണം എന്ന് ചോദിച്ചിട്ടുണ്ട്. ചന്ദ്രനിലെ അന്തരീക്ഷത്തിന് കട്ടി കുറവായതിനാൽ കത്തിത്തീരാത്ത ഉൽക്കകൾ ചന്ദ്രനിൽ നിരന്തരം പതിക്കുന്നു. അതാണ് ഉൽക്കാപതനം എന്ന് പറയുന്നത്. അഥവാ ചന്ദ്രനിൽ അന്തരീക്ഷത്തിൽ വളരെ കട്ടി കുറവാണ്. അതുകൊണ്ട് തന്നെ കത്തിത്തീരാത്ത പല ഉൽക്കകളും ചന്ദ്രനിൽ തന്നെ പതിക്കുന്നു. അതുകൊണ്ടാണ് ചന്ദ്രനിൽ ഏറ്റവും കൂടുതൽ ഉൽക്കാപതനം ഉണ്ടാകുന്നത്. ഇനി പ്രവർത്തനം 5 സൂര്യനെ വലയം വെക്കുന്ന നിരവധി ആകാശഗോളങ്ങളുണ്ട്. ഭൂമിയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രം ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏത് നക്ഷത്രമാണത്? ആ നക്ഷത്രമാണ് സൂര്യൻ. ഇനി താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും നക്ഷത്രങ്ങളെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തി എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ സ്വയം കറങ്ങുന്ന ആകാശഗോളങ്ങളാണ്, അതാണ് ശരി.
സ്വയം കറങ്ങുന്ന ആകാശഗോളങ്ങളെയാണ് നമ്മൾ നക്ഷത്രങ്ങൾ എന്ന് വിളിക്കുന്നത്. വലിയ അളവിൽ താപവും പ്രകാശവും കടത്തിവിടുന്നു, അതും ശരിയാണ്. ഭ്രമണപഥത്തിലൂടെ സഞ്ചരിക്കുന്നു, അത് തെറ്റാണ്. സ്വയം കത്തുന്ന ഭീമാകാരമായ ആകാശഗോളങ്ങളാണ് നക്ഷത്രങ്ങൾ. അപ്പോൾ ഇവിടെ ശരിയായിട്ടുള്ളത് ഒന്നാമത്തേതും രണ്ടാമത്തേതും നാലാമത്തേതുമാണ്. ഇനി കുള്ളൻ ഗ്രഹങ്ങളുടെ പ്രത്യേകതകൾ കുറിക്കൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ് കുള്ളൻ ഗ്രഹങ്ങൾ, എന്താണ് അവയുടെ പ്രത്യേകതകൾ എന്ന് നമ്മൾ എഴുതണം. തനതായതും തടസ്സമില്ലാത്തതുമായ ഭ്രമണപഥം ഇല്ല, സൂര്യനെ വലയം വെക്കുന്നില്ല, ഗോളാകൃതിയില്ല. ഇതൊക്കെയാണ് കുള്ളൻ ഗ്രഹങ്ങളുടെ പ്രധാനപ്പെട്ട പ്രത്യേകതകൾ. ഒന്നുകൂടെ പറയാം. തനതായതും തടസ്സമില്ലാത്തതുമായ ഭ്രമണപഥം ഇല്ല, സൂര്യനെ വലയം വെക്കുന്നില്ല, ഗോളാകൃതിയില്ല. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട പ്രത്യേകതകൾ. ഇനി പ്രവർത്തനം 6 രൂപരേഖ നിരീക്ഷിച്ച് ചുവടെ നൽകിയിരിക്കുന്ന പട്ടിക പൂർത്തിയാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇവിടെ ഇന്ത്യ ഉൾപ്പെടുന്ന വൻകരയാണോ സമുദ്രമാണോ ഏതെങ്കിലും ഒന്ന് എഴുതണം. ഏതാണ് ഇന്ത്യ ഉൾപ്പെടുന്ന വൻകര? ഏഷ്യ. ഇനി ഏറ്റവും കൂടുതൽ ദ്വീപുകൾ ഉള്ള ഏറ്റവും വലിയ മഹാസമുദ്രം ഏതാണ്? പസഫിക് സമുദ്രം. ഇനി ഇന്ത്യൻ മഹാസമുദ്രത്തിനും അറ്റ്ലാന്റിക് സമുദ്രത്തിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന വൻകരയാണ് ആഫ്രിക്ക. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ആൻസർ ഏഷ്യ, രണ്ടാമത്തേത് പസഫിക് സമുദ്രം, മൂന്നാമത്തേത് ആഫ്രിക്ക. ഓക്കെ, ഇനി ഇതിൽ ഒരു ചോദ്യം കൂടെ ഉണ്ട്. അന്റാർട്ടിക്കയിലെ ഇന്ത്യയുടെ ഗവേഷണ കേന്ദ്രങ്ങൾ ഏതൊക്കെയാണെന്ന് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെയാണ്? മൈത്രി ഭാരതി. ഓക്കെ, ഇനി പ്രവർത്തനം 7 ഗംഗാ സമതലം വൻതോതിൽ ഇരുമ്പിന്റെ നിക്ഷേപമുള്ള പ്രദേശമായിരുന്നു. ഇരുമ്പ് കണ്ടെത്തിയതോടുകൂടി ഉറപ്പുള്ള ഉപകരണങ്ങളും ആയുധങ്ങളും ഉണ്ടാക്കി. നമുക്കറിയാമല്ലേ, അതോടുകൂടിയാണ് ഗംഗാ സമതലം ഒരുപാട് വളർന്നത്. ഗംഗാ സമതലത്തിൽ എത്തി ആര്യന്മാരുടെ ജീവിതത്തിൽ ഉണ്ടായ മാറ്റങ്ങളെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കുറച്ച് പോയിന്റ്സ് പറഞ്ഞു തരാം, അതെല്ലാം കൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതിയാൽ മാത്രം മതി. സ്ഥിരവാസം ആരംഭിച്ചു, കാരണം അവിടെ ഇരുമ്പിൻ്റെ നിക്ഷേപം കൂടുതലായി. അപ്പോൾ അവർ കൃഷി തുടങ്ങിയതോടുകൂടി തന്നെ അവർക്ക് അവിടെ സ്ഥിരതാമസം ആക്കേണ്ടി വന്നു. ഇനി കാർഷിക ഉൽപ്പന്നം വർദ്ധിച്ചു, കാരണം ഇരുമ്പും കാര്യങ്ങളെല്ലാം കിട്ടിയതോടുകൂടി അവർ കലപ്പ ഒരുപാട് ഉപകരണങ്ങൾ ഉണ്ടാക്കി. അതുകൊണ്ട് തന്നെ അവർക്ക് കൃഷി വളരെ അനായാസം ചെയ്യാൻ കഴിഞ്ഞു. അതുകൊണ്ട് കാർഷിക ഉൽപ്പാദനം വർദ്ധിച്ചു. മിച്ചം വന്ന ഉൽപ്പന്നങ്ങൾ കൈമാറ്റം ചെയ്യാൻ തുടങ്ങി. ഒരുപാട് ഉൽപ്പന്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവർക്ക് ആവശ്യമില്ല, അപ്പോൾ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സാധനം കൈമാറ്റം ചെയ്യാൻ തുടങ്ങി. അപ്പോൾ നമുക്ക് എന്താണോ വേണ്ടത് അത് നമ്മൾ ആരുടെ കയ്യിലാണോ ഉള്ളത്, അപ്പോൾ നമ്മുടെ കയ്യിലെ സാധനം കൊടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കൈമാറ്റം സമ്പ്രദായം നിലവിൽ വന്നു. കൃഷി മുഖ്യ തൊഴിലായി, കാരണം അവിടെ കൃഷിയാണ് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ കൃഷി അവരൊരു മുഖ്യ തൊഴിലാക്കി മാറ്റുകയും ചെയ്തു. അപ്പോൾ ഇതെല്ലാം ഈ പറഞ്ഞതെല്ലാം കൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതിയാൽ മാത്രം മതി. ഇനി ഇതിലെ ബി ചോദ്യം, ഗംഗാ സമതലത്തിലേക്ക് വരുമ്പോൾ ആര്യന്മാരുടെ കൈവശമുണ്ടായിരുന്ന ആയുധങ്ങൾ ഏതൊക്കെ ലോഹങ്ങൾ കൊണ്ട് നിർമ്മിച്ചവയായിരുന്നു എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അന്ന് ചെമ്പ്, വെങ്കലം ഇതൊക്കെയായിരുന്നു അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നത്. ആര്യന്മാരുടെ കൈവശമുണ്ടായിരുന്ന ആയുധങ്ങൾ ചെമ്പ്, വെങ്കലം എന്നിവ ഉപയോഗിച്ചിട്ടായിരുന്നു. ഇനി ഗംഗാ സമതലത്തിലേക്ക് വരുമ്പോൾ അത് ഇരുമ്പ് ഉപയോഗിച്ചുകൊണ്ടായിരുന്നു. ഇനി പ്രവർത്തനം 8 സാഹിത്യകാരന്മാരുടെ കൂട്ടായ്മ പ്രാചീന തമിഴകത്ത് നിലനിന്നിരുന്നു. ഇതിലെ ചോദ്യം എന്താണെന്ന് നോക്കാം. പ്രാചീന തമിഴകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട 3 കൃതികൾ ഏതെല്ലാം? ഏതെങ്കിലും 3 എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. 10 പാട്ട്, അകനാനൂറ്, പുറനാനൂറ്. ഓക്കെ, 10 പാട്ട്, അകനാനൂറ്, പുറനാനൂറ്. ഇനി താഴെ ഒരു പട്ടിക തന്നിട്ടുണ്ട്. ആ പട്ടിക നമ്മളെടുത്ത് പൂരിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഭൂമിശാസ്ത്രമായ സവിശേഷത, പ്രധാന കൃഷി. അവിടെ ഭൂമിശാസ്ത്രമായ സവിശേഷത എന്നുള്ളിടത്ത് നമ്മൾ മലകൾ, മലയോരങ്ങൾ എന്ന് എഴുതാം. അവിടുത്തെ പ്രധാന കൃഷി എന്ന് പറയുന്നത് കുരുമുളകായിരുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇനി ആർക്കെങ്കിലും ഇംഗ്ലീഷ് മീഡിയം വേണമെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ് മീഡിയം പോയി കാണുക, നന്നായിട്ട് പഠിച്ച് എക്സാം എഴുതാൻ ശ്രമിക്കുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.